എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടാ? കഴിഞ്ഞ ആഴ്ച ആ കൊച്ചിനെ കൊണ്ടുവന്ന് പൊരിവെയിലത്ത് കൊണ്ടുവന്ന് നിർത്തിയില്ലേ? മണ്ടു ടീച്ചർ. അതാകെ പ്രശ്നമായി. ആ കൊച്ചിന്റെ അച്ഛൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എച്ചമ്മിനെ. ഇതിനകത്ത് മണ്ടു ടീച്ചർ കുടുങ്ങും. എച്ചമ്മനല്ലേ കാണാൻ വന്നത്? എച്ചമ്മ ഒരൊറ്റ ആളാണ് ഈ ടീച്ചർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. മനസ്സിലായല്ലോ, മാഷിനത് മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചിലർക്ക് അത് പിടിക്കൂല. എൻ്റെ സുഗതം മാഷ്, നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ. അവരൊരു മാതൃകാ അധ്യാപകർക്കുള്ള അവാർഡ് വാങ്ങിയ ഒരു ടീച്ചറാണ്. ഓ, അവാർഡിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ ഉടുത്തൊരുങ്ങി നടന്നിട്ട് അവാർഡ് കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. എന്നിട്ട് ഇത്രയും സീനിയർ ആയിട്ട് ടീച്ചറിന് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ. അയ്യോ, നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ലേ? ഇങ്ങനെ ഉടുത്തൊരുങ്ങി കിട്ടുന്ന അവാർഡ് ഇട്ട് നമുക്ക് വേണ്ടേ താനും. കിട്ടാത്ത മുന്തിരി കുളിക്കും. എന്റെ മാഷ, പണ്ടത്തെ പോലെ ഇപ്പൊ ഈ അവാർഡും അംഗീകാരം എന്നും പറഞ്ഞ പുതുമയൊന്നല്ല. അതൊക്കെ പല വഴിക്ക് നേടിയെടുക്കാവുന്നല്ലേ. എന്റെ മാഷെ, കഴിവുള്ളവർ അംഗീകരിക്കാൻ പഠിക്കും. മാഷന്മാരായ ആദ്യം നമ്മൾ അതാ ചെയ്യുന്നത്. വന്ന് ഈ ചായയിൽ ഒരു തരി പാലില്ല. എനിക്കെടുക്കുമ്പോ ഇച്ചിരി പാല് കൂട്ടി തന്നെ. എന്റെ ടീച്ചറെ പാൽ കമ്പനിയൊക്കെ സമരത്തിലാണ്. പാൽപ്പൊടിയാണ് കളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരിപ്പോ പ്രശ്നത്തിലാണ്. ആ പിള്ളേർ കഴിഞ്ഞില്ല, ഇങ്ങോട്ട് എടുത്തോണ്ട് പോണു. കഞ്ഞിയാ വെള്ളമില്ല, പിന്നെ അല്ല കഞ്ഞി. അല്ല, നമ്മുടെ കഥാനായിക എത്തിയില്ലല്ലോ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നീങ്ങാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല സാറേ. അല്ല ടീച്ചറെ, കഴിഞ്ഞ ദിവസം ഏതൊരു കുട്ടീനെ പുറത്ത് നിർത്തിയെന്നോ തല കറങ്ങി വീണുന്നോ എന്തൊക്കെ പറയണ കേട്ടു. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ടീച്ചർ എത്രയ്ക്ക് സീറ്റ് വേണോ? ഒന്ന് കണ്ടും കേട്ടൊക്കെ നിന്നാ നമുക്ക് നല്ലത്. പക്ഷേ ആരാ മണ്ടോദരി ടീച്ചർ? മണ്ടോദരി ടീച്ചർ? എന്താ കാര്യം? ടീച്ചറെ, ഞാൻ ടീച്ചറെ ക്ലാസ്സിലെ അനിൽകുമാറിൻ്റെ അച്ഛനാണ്. എൻ്റെ പേര് സത്യശീലൻ. ടീച്ചർ എൻ്റെ മോനെ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ പുറത്ത് നിർത്തിയത്? അപ്പോൾ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിലും തുണി എടുക്കാതെ സ്കൂളിൽ വന്നിട്ടില്ലല്ലോ. അത് ചോദിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ചോദിക്കാൻ പിന്നെ ഞാനല്ലാതെ നാട്ടുകാർ വരണോ? നിങ്ങളുടെ മകൻ യൂണിഫോം ഇടാതെ വന്നതും പോരാ, ഞാൻ പുറത്തിറക്കിയതാ ഇപ്പൊ കുറ്റം. സർക്കാർ സൗജന്യമായിട്ട് യൂണിഫോം തരാമെന്നും പറഞ്ഞിട്ട് ജൂൺ മാസം മുതൽ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പോണോ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, തിരുവാതിരയും കഴിഞ്ഞു. സർക്കാർ യൂണിഫോം തരാത്തതിന് ഞാനും എൻ്റെ മോനും എന്ത് പഴച്ചു? ഓഹോ, അപ്പൊ സർക്കാർ കഞ്ഞി തരണം, പാല് തരണം, മുട്ട തരണം, ഇനിയിപ്പോ തുണിയും തരണോ? എൻ്റെ ടീച്ചറെ, പള്ളിക്കൂടെ അടയ്ക്കാൻ ഇനി 3 മാസമല്ലേ ഉള്ളൂ. ആ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിക്കണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭാര്യയുടെ നൈറ്റി ഉണ്ടല്ലോ, അത് ഇടിപ്പിച്ച് കുട്ടീനെ ഇങ്ങോട്ട് വിട്, അല്ലേ മാഷേ? നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ടീച്ചറല്ലേ, ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. കുറച്ചൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കും. അതെ, ടീച്ചർ എങ്ങനെ വർത്താനം പറയണമെന്ന് പഠിപ്പിക്കാമെന്നാണോ നിങ്ങൾ? അപ്പൊ പറയുന്നത് കേട്ടില്ലേ? അവരൊരു മാതൃക അധ്യാപകനാണ് മിസ്റ്റർ. അത് അറിഞ്ഞു വേണം സംസാരിക്കാൻ. ടീച്ചറെ, യൂണിഫോം ഇല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കേണ്ട ടീച്ചറെ. അധ്യാപിക എന്ന നിലയിൽ എനിക്ക് എന്റേതായ ചില ആദർശങ്ങളുണ്ട്. കുട്ടികളുടെ വേഷം, രീതി, അച്ചടക്കം, ഇതിനൊക്കെയാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. നിങ്ങൾ ഊന്നിക്കോ, പക്ഷെ ആ ഊന്നുവടി എന്നെ പോലുള്ളവന്റെ മക്കളുടെ നെഞ്ഞത്തേക്കാവരുത്. എന്റെ ടീച്ചറെ, നിങ്ങൾ ഇത്രയും കടുംപിടുത്തം കാണിക്കരുത്. കാണിക്കും. എന്റെ മക്കള് സെൻട്രൽ സ്കൂളിലായിട്ട് പോലും രാവിലെ അവരുടെ യൂണിഫോം ഇസ്തിരിയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ മോനെ ക്ലാസ് കേട്ടില്ല? കേട്ടില്ല. എങ്ങനെ കയറ്റും? 39 കുട്ടികൾ ഒരേപോലെ വസ്ത്രം ധരിച്ചിരിക്കുമ്പോ ഒരാൾ മാത്രം കൂറത്തുണിയും കാക്ക നിക്കറുമായിട്ട് വന്നാൽ എങ്ങനെ കയറ്റും? നോ 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 നോ, എനിക്കതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. അല്ല, ഇവിടെ സ്കൂളിലൊരു വിഷയം ഉണ്ടായിട്ട് എന്താ നിങ്ങൾ ഇന്നെ അറിയിക്കാത്തത്? എന്ത് വിഷയം? ഇവിടെ മൂപ്പരുടെ ചെക്കൻ ഇവിടെ സ്കൂളിൽ തുണി തൂപ്പൊന്നും ഇല്ലാണ്ട് കയറി വന്നു പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പറഞ്ഞു വിട്ട അന്ന് തന്നെ ഞാൻ ഫോണിൽ ഒരുപാട് തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇതെന്നാ വിളിച്ചപ്പോ നിങ്ങള് ടീച്ചറിനെ വിളിച്ചെന്നാ? കഴിഞ്ഞ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച സമയത്ത് ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ വരുത്തിട്ട് ഞാൻ ആക്രി വർക്ക് ചെയ്തു. ട്രെയിനിന്റെ ശബ്ദം കാരണം ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല, ഫോൺ കേട്ടിട്ടുണ്ടാവില്ല. അത് ശരിയാ, അത് ശരിയാ. അതെ, ഞാൻ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ എന്റെ മോനെ സ്കൂളിലേക്ക് വിടട്ടെ? നിങ്ങളൊന്ന് തിക്കുണ്ടാക്കാണ്ടിരിക്കുന്നേ. നിങ്ങളുടെ ചക്കപ്പോ കുറച്ച് ദിവസം ഇവിടെ സ്കൂളിൽ വന്നില്ല വെച്ചിട്ട് അയക്കണമൊന്നും ഉണ്ടാവാനൊന്നും പോയില്ല. ഇവിടെ കണക്ക് പഠിപ്പിക്കണ ടീച്ചർ പ്രസവിക്കാൻ പോയിട്ട് മാസങ്ങളായി, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കണക്കിന്റെ പീരീഡ് ആകുമ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട് മൈതാനത്തിൽ പോയി കളിക്കും. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വല്ലതും ഉണ്ടായോ? അതാണ് ഞങ്ങളുടെ പീട്ടയുടെ ഒരു സത്യം. നിങ്ങളുടെ ശക്തി നേരുന്നു എന്നോട് വേണ്ട. എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, അത് കാണിച്ചു തരാം ഞാൻ.